അവരുടെ അവസാനത്തെ കുറിച്ചാണ് ഈ 19-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. The first part is about Babylon and the second part is the bride of the Lamb. ആദ്യത്തെ ഭാഗം മഹദിയാം ബാബിലോണിനെ കുറിച്ചും രണ്ടാമത്തെ ഭാഗം സഭ ആകുന്ന കുഞ്ഞാടിനോട് വിവാഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ബ്രൈഡാണ്. So the first, there are two parts in the study. The first one is rejoicing over the fall of Babylon, and the second part is rejoicing over the marriage of the Lamb. ഇതിന്റെ ആദ്യത്തെ ഭാഗം ബാബിലോണിന്റെ വീഴ്ചയെ കുറിച്ചുള്ള സന്തോഷവും രണ്ടാമത്തെ ഭാഗം കുഞ്ഞാടിന്റെ വിവാഹത്തിനെ കുറിച്ചുള്ള സന്തോഷവുമാണ്. So in the last two studies which we did on chapters 17 and 18, we had spoken about Babylon, about how it was, something like a city, little more than a city, but something more like the world system. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെ ബാബിലോൺ എന്ന് പറയുന്നത് ഒരു നഗരമാണ് എന്നും അതല്ല ഈ ലോകത്തിന്റെ വ്യവസ്ഥ മുഴുവനായിട്ടാണ് അത് സൂചിപ്പിക്കുന്നത് എന്നും നമ്മൾ കണ്ടു. And we saw that how Babylon was responsible for drawing mankind away from God. Thomasan, are you sharing screen? I'm not able to see. Yes, it's on screen sharing. Yeah. I got it. Yeah. രണ്ടാമത് നമ്മൾ കണ്ടത് മനുഷ്യകുലം, മനുഷ്യജാതി എന്ന് പറയുന്നത് ദൈവത്തിങ്കൽ നിന്ന് അകറ്റുന്ന ആണ് ബാബിലോണിൽ സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. And then we saw also how the true believers have been persecuted by Babylon over the ages. യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള വിശുദ്ധന്മാരെ എപ്രകാരമാണ് ബാബിലോൺ മഹാപീഡന കാലത്ത് പീഡിപ്പിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. And we see that finally at the hand of the Antichrist, as a plan of God, that Babylon is destroyed. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം എതിർ ക്രിസ്തുവിന്റെ കൈകളാൽ ബാബിലോൺ നശിപ്പിക്കപ്പെടുന്നതായിട്ടും നമ്മൾ കണ്ടു. And so here in the first few verses, from verses 1 to 6, we see about the fourfold hallelujah. ഈ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 4 വട്ടം ഹല്ലേലൂയ എന്ന് നമ്മൾ വായിക്കുവാനിടയായി. And this rejoicing and worship of God, it relates again to the destiny of these two symbolic women. ഈ ആരാധനയും ഈ ആഹ്ലാദവും എല്ലാം തന്നെ ഈ രണ്ട് സ്ത്രീകളുടെ വിധിയെ കുറിച്ചുള്ള പരിണിത ഫലമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകാം. So who are the ones who are rejoicing in this passage? ആരാണ് ആഹ്ലാദിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത് എന്ന് നമുക്ക് ഈ ഭാഗത്ത് ആരാണ് സ്തുതിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. In verses 1 and verses 5 and 6, we read about multitudes. ഒന്നാമത്തെ വാക്യത്തിലും അതുപോലെ 5ഉം 6ഉം വാക്യങ്ങളിലും നമ്മൾ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം നമ്മൾ കാണുന്നു. So probably there are multitudes of angels, but in verses 5 and 6, it's also clear that it's multitudes of saints who are worshipping. ഈ പുരുഷാരം ദൂതന്മാരാണ് എന്ന് ചിന്തിക്കാം. പക്ഷെ 5ഉം 6ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ മഹാപുരുഷാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരും ആയിട്ടുള്ള വിശ്വാസികളെയാണ് അത് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാം. Verse 4, we read about 24 elders and the 4 living creatures, which we had first seen in chapter 4 of Revelations, that they are also worshipping. നാലാമത്തെ വാക്യത്തിൽ 24 മൂപ്പന്മാരും 4 ജീവികളും കർത്താവിനെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവരെയാണ് നമ്മൾ 4ാമത്തെ അധ്യായത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് നമ്മൾ കാണുന്നത്. And we see, when they worship, what is it that, they are saying? And, first they say salvation, glory and power belong to God. ഇവിടെ അവർ ആരാധിക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ വാക്യത്തിൽ രക്ഷയും മഹത്വവും ശക്തിയും ദൈവത്തിനുള്ളത് എന്നാണ് അവർ പറഞ്ഞ് ആരാധിക്കുന്നത്. To acknowledge that all salvation, that all glory and all power belongs to God.
എല്ലാ രക്ഷയും എല്ലാ മഹത്വവും എല്ലാ സകല ശക്തിയും ദൈവത്തിന് മാത്രമുള്ളത് എന്ന് അംഗീകരിക്കുന്ന ഒരു ആരാധനയാണ് നമ്മൾ അവിടെ കാണുന്നത്. And again, the verse 2 we read, they worship and they rejoice because God's judgment over Babylon has come to pass. അവർ വീണ്ടും സന്തോഷിക്കുകയാണ്. ഈ ബാബിലോണിന് നേരെയുള്ള ദൈവത്തിന്റെ ന്യായവിധി സംഭവിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അവർ സന്തോഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. John was writing to a persecuted church and who were facing a lot of injustice, and for them to read this, to understand that one day God's judgment is going to come on this evil world. വളരെയധികം പീഡിപ്പിക്കപ്പെടുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തിരുന്ന ഒരു സഭയോടാണ് യോഹന്നാൻ ഇത് എഴുതുന്നതെന്ന് നമുക്ക് ഓർക്കാം. വളരെയധികം പീഡനങ്ങളിലൂടെയും ഒക്കെ പൊക്കൊണ്ടിരുന്ന അനീതിയെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നിരുന്ന സഭയോടാണ് യോഹന്നാൻ ഇത് എഴുതുന്നത്. അപ്പോൾ അവരോട് പറയുകയാണ് അവസാനമായി കർത്താവിന്റെ ന്യായവിധി നേരുള്ളത് എന്ന് പറയുന്നത് കൊണ്ട് എത്രത്തോളം സന്തോഷിക്കുന്നു എന്ന് നമുക്ക് കാണാം. In verse 6 we see it's worship to Lord God the Almighty who reigns. ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നതിനാൽ നമുക്ക് സ്തുതിക്കാം എന്നാണ് പറയുന്നത്. And verse 6 ends with the hallelujah for the Lord God Almighty reigns, and it goes on to it goes on to verse 7 where it says, let us rejoice and be glad because the marriage of the Lamb has come. ആറാമത്തെ വാക്യത്തിന്റെ തുടർച്ചയായിട്ട് അവിടെ ആരാധന ഹല്ലേലൂയ സ്തോത്രം എല്ലാം പറയുന്നതിനോടനുബന്ധിച്ച് ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കാരണം കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്നവിടെ പറയുന്നു. So from verse 6, the rejoicing focus shifts from destruction of Babylon to the marriage of the Lamb. ബാബിലോണിന്റെ നാശത്തിൽ നിന്ന് കുഞ്ഞാടിന്റെ കല്യാണത്തിലേക്ക് ആഹ്ലാദവും സന്തോഷവും മാറുന്നതായിട്ട് നമുക്ക് കാണാം. So this we're moving to into the last chapters of the greatest love story ever told. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രേമകഥ അതിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. So even if we don't understand all the visions and technical things about Revelation, one thing we need to understand is that that day is coming when the church will meet the Savior and the love of the church's life, and that marriage will take place. വെളിപ്പാട് പുസ്തകത്തിലെ പല ദർശനങ്ങളും അതിന്റെ സൂക്ഷ്മമായ കാര്യങ്ങളും നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ തന്നെയും ഇക്കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം. കർത്താവ് വീണ്ടും വന്ന് നമ്മളെ എല്ലാരെയും ചേർക്കും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടല്ലോ. And so the entire Bible is a love story. If you start from Genesis, you can see that thread and follow that narrative of this love story. ഈ പ്രേമ കഥ എന്ന് പറയുന്ന ഈ ബൈബിൾ ദൈവവചനം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു വലിയ പ്രേമ കഥയാണ്. ദൈവത്തിന് നമ്മളോടുള്ള മനുഷ്യനോടുള്ള പ്രേമ കഥയുടെ സാരാംശമാണ് ദൈവവചനം എന്ന് പറയുന്നത്. That's why one reason why we read Revelation is because starting the book at the second last chapter. ആരും തന്നെ അതിന്റെ അവസാനമുള്ളതിന്റെ മുമ്പുള്ള അധ്യായത്തിൽ വായിച്ച് തീർക്കാറില്ല, ഏതൊരു കഥയുടെ ആയിരുന്നെങ്കിൽ പോലും. So that's why we read Revelation, we persevere with Revelation so that we reach up to this point. Through all that destruction, through all the wickedness that's happening, we are coming towards this final ending. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ആ പ്രേമകഥയുടെ അവസാനമാണ്, കർത്താവ് നമ്മളെ ചേർക്കുന്ന ആ അവസാനത്തെ അധ്യായമാണ്. അതുകൊണ്ട് വെളിപാട് പുസ്തകം പഠിക്കുന്നതും വായിക്കുന്നതും വളരെ അത്യന്താപേക്ഷിതമാണ്.
So, before we can completely understand this, what's happening with the marriage of the Lamb, we need to understand a few things about ancient Jewish marriage tradition. ഈ കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പുരാതന കാലത്തെ യഹൂദ വിവാഹ സമ്പ്രദായത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. And when we understand this, we'll understand other passages also in the Bible which relate to marriage. മറ്റ് ഈ വേദപുസ്തകത്തിൽ പറയുന്ന വിവാഹത്തെ കുറിച്ച് പറയുന്ന മറ്റ് കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഈ പുരാതന കാലത്തുള്ള യഹൂദ വിവാഹ പാരമ്പര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. So first of all, the price, a bride price is paid by the would-be bridegroom to the bride. മണവാളൻ മണവാട്ടിയെ സ്വന്തമാക്കുന്നതിനു വേണ്ടി ഒരു വില നൽകുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാരമ്പര്യം. So it's exact opposite of what happens in India. നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്നതിൽ നിന്ന് തികച്ചും വിപരീതമായിട്ടാണ് യഹൂദ പാരമ്പര്യങ്ങളിൽ നടന്നിരുന്നത് എന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. So this bridal price is called a mohar. ഈ വില, ഈ മണവാട്ടിയെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് മണവാളൻ കൊടുക്കുന്ന ആ വിലയ്ക്ക് മോഹർ എന്നാണ് പറയുന്നത്. And it's paid by the family of the potential bridegroom to the bride and her family. മണവാളനും തന്റെ ഭവനത്തിലുള്ളവരും മണവാട്ടിക്കും മണവാട്ടിയുടെ ഭവനത്തിലുള്ളവർക്കും നൽകുന്ന ഒരു വിലയാണ് ഈ മോഹർ എന്ന് പറയുന്നത്. The Bible has quite a few examples of this bride price being paid for the bride. ബൈബിളില് അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മോഹർ എന്ന് പറയുന്ന മണവാട്ടിയെ സ്വന്തമാക്കാനുള്ള വില കൊടുക്കുന്ന ആ വില നമുക്ക് വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും കാണുവാൻ സാധിക്കും. And then we see Rebecca was given the choice whether to go or not to go. So she has that choice to accept this and to be the bride of that bridegroom. ഈ മണവാട്ടിക്ക് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ഒരു അവസരം അവിടെ കൊടുക്കുകയാണ്. ഈ വില കൊടുത്തു കഴിയുമ്പോൾ മണവാട്ടിക്ക് തിരഞ്ഞെടുക്കുവാൻ അല്ലെങ്കിൽ തിരസ്കരിക്കുവാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അത് തന്നെ നമ്മൾ റിബേക്കയുടെ കാര്യത്തിലും നമ്മൾ അത് കാണുന്നുണ്ടല്ലോ. And once she accepts this, then the betrothal takes place. ഇത് സ്വീകരിച്ചു കഴിയുമ്പോഴാണ്, ഈ മണവാട്ടി ഇത് സ്വീകരിച്ചു കഴിയുമ്പോഴാണ് വിവാഹ നിശ്ചയം നടക്കുന്നത്. And in Jewish culture, a betrothal blessing was proclaimed over a cup of wine. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഈ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് ഒരു കപ്പ് വൈനിന്റെ ഒരു വീഞ്ഞിന്റെ അകമ്പടിയോട് കൂടിയാണ് അത് ചെയ്യപ്പെടുന്നത്. And this cup sealed that betrothal covenant. ഈ ഈ പാത്രമാണ് ആ ഉടമ്പടി, വിവാഹ നിശ്ചയ ഉടമ്പടി അത് സാധൂകരിക്കുന്നത്. And a wedding agreement was read out as to what would be the responsibilities of the bride and the bridegroom. വിവാഹ ഉടമ്പടി അവിടെ വായിക്കപ്പെടുന്നു. ഓരോ മണവാളന്റെയും മണവാട്ടിയുടെയും ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഉടമ്പടി അവിടെ വായിക്കുകയാണ്. This is because the betrothal period in Jewish culture was a very serious period, as it was as serious as they were married. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, വിവാഹ നിശ്ചയ ആ സമയം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണ്. വിവാഹത്തെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുകയും മണവാളിനും മണവാട്ടിയും അത് സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്ന ഒരു കാലയളവാണത്. So any unfaithfulness in this period was
considered to be adultery. എന്തെങ്കിലും രീതിയിലുള്ള അവിശ്വസ്തത ആരെങ്കിലും കാണിക്കുകയാണ് എങ്കിൽ അത് പരസംഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. So that's why we understand, the seriousness of the issue when Mary was, with child carrying Jesus, why that situation was so serious. അതുകൊണ്ടാണ് നമുക്ക് കന്യക മറിയാമിന്റെ ആ വിവാഹം നിശ്ചയിച്ചിരുന്ന സമയത്ത് യേശു കുഞ്ഞ് തന്റെ ഉദരത്തിൽ ഉണ്ടായപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലമാണ്, ആ ഒരു സംഭവമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ്. So during this period, the bride prepares herself. Many of the Jewish ladies, they prepare themselves by taking classes and also preparing themselves. ഈ കാലയളവിൽ മണവാട്ടി തങ്ങളെ തന്നെ ഒരുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ വിവാഹ നിശ്ചയ കാലയളവിന്റെ സമയത്ത്. And at the same time, the bridegroom he goes back to his father's house and he builds an extension to that father's house which is fit for his bride. You want me to repeat that? തന്റെ പിതൃഭവനത്തിലേക്ക് തിരിക്കുകയും Can you hear me? Can you hear me? Yeah, yes. Yeah. Can hear. ഈ കാലയളവിൽ മണവാളൻ തന്റെ പിതൃഭവനത്തിലേക്ക് തിരിച്ചു പോവുകയും പിതാവിന്റെ ആ ഭവനത്തിൽ ഒരു മുറി അധികമായി പണിയുകയും അതിനു വേണ്ടിയിട്ട് മണവാട്ടിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ മുറി ഒരുക്കുകയും ചെയ്യുന്നതായിട്ട് ഈ മണവാളൻ ആ സമയം വിനിയോഗിക്കുന്നു. So usually the tradition is the father comes and keeps inspecting the room which the son is building, and when he feels that everything is ready, he will tell the son, you can go and bring the bride home. ഇതിനോടനുബന്ധിച്ച് മണവാളന്റെ പിതാവ് തന്റെ മകൻ പണിയുന്ന ഈ മുറി അത് നോക്കി കാണുകയും അതെല്ലാം നേരാം വണ്ണം ശരിയായി എന്ന് കാണുകയും ചെയ്യുന്ന സമയത്ത് മണവാട്ടിയെ തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ മണവാളനെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. And so when the father gives the signal, the son will go with his procession and with the trumpets and music and call out the bride, and the bride will come back with him home. പിതാവ് സമ്മതം അറിയിക്കുന്ന ആ സമയത്ത് മണവാളൻ തന്റെ പരിവാരങ്ങളോടെല്ലാം കൂടെ ചേർന്ന് മണവാട്ടിയുടെ ഭവനത്തിലേക്ക് പോവുകയും മണവാട്ടിയെ വിളിച്ചുകൊണ്ട് വരുവാനായിട്ട് പോവുകയും ചെയ്യുന്നു. And this is followed every marriage feast which can go on for days together. ഈ കാലയളവിൽ വലിയ like marriage feast, supper is but a little more elaborate. Sadhya. It's like yeah, I am trying sadhya. Yes. ആ വിവാഹ സദ്യ ഒരു വലിയൊരു വിവാഹ സദ്യ ഒരുക്കപ്പെടുകയും അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. Okay. And then after that be the consummation of the marriage, the union of the marriage, the union. അതിനുശേഷമാണ് ഈ വിവാഹത്തോടനുബന്ധിച്ച് ഉണ്ടാവുന്നത്. Okay. So the stages we saw: betrothal. The first was betrothal. ആദ്യം നമ്മൾ
Amit, is your audio breaking up, Amit? Amit, you're on mute. Huh? കേൾക്കാമോ? Ipan kekam. Yes. തോമസ് Yeah. Can you hear? ഇപ്പൊ കേൾക്കാമോ തോമസ്? Yes, Ipan kekam. Yes. Yeah, okay. So yeah, the first. ആദ്യത്തേത് വിവാഹ നിശ്ചയം എന്നതാണ്. Then the second one is the bridegroom comes for the bride. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മണവാളൻ മണവാട്ടിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മണവാട്ടിയുടെ ഭവനത്തിലേക്ക് വരുന്നതാണ്. And then is the feast and the marriage supper. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ വിവാഹ സദ്യ അതാണ്. And then finally the consummation of the marriage, union of the marriage. അതിനുശേഷം മണവാളനും മണവാട്ടിയും വിവാഹമൂല്യം ഒരുമിക്കുന്ന ആ സാഹചര്യം. So, hopefully as you heard all this, you were able to see the allegory of Christ and the church in what we have heard. ഇത് നമ്മൾ ഇതെല്ലാം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി കാണും കർത്താവും സഭയും തമ്മിലുള്ള ആ ബന്ധവും ഇതുപോലെയാണ് എന്നുള്ളത്. How Christ paid the bridal price for us. എപ്രകാരമാണ് കർത്താവ് നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് വില കൊടുത്തത് എന്ന് നമ്മൾക്ക് അറിയാം. How the cup of the new covenant, it speaks about this new betrothal, how this is signified in the cup of the new covenant. പുതിയ ഉടമ്പടിയുടെ ആ വീഞ്ഞിന്റെ ആ പാത്രം അത് എപ്രകാരമാണോ ഈ പുതിയ ഉടമ്പടിയെ കാണിക്കുന്നത്. How betrothal is a serious period, where we read in James 4 verse 4 that you adulterous people, don't you know friendship with the world is adultery. ഈ വിവാഹ നിശ്ചയ കാലയളവിന്റെ സമയം എത്രയോ എത്രയോ പ്രാധാന്യം അർഹിക്കുന്നതും സീരിയസ് ആയിട്ടുമുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം. യാക്കോബ് 4:4 വ്യഭിചാരിണികളായുള്ളവരെ എന്നാണ് ലോകത്തെ സ്നേഹിക്കുന്നവരെ കുറിച്ച് അവിടെ പറയുന്നത്. And then we see that in this waiting period the church makes herself ready, and the bridegroom, Jesus says, I've gone to prepare a place for you. ഈ വെയിറ്റ് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ കർത്താവ് തിരികെ തന്റെ ഭവനത്തിൽ പോയി നമുക്ക് വേണ്ടിയിട്ട് ഒരു വാസസ്ഥലം ഒരുക്കുന്ന ആ സാഹചര്യം ഇതുമായിട്ട് എത്ര നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നാമും എപ്രകാരമാണോ കർത്താവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാം. We also that verse when Jesus says only the Father knows that hour when he will return, where the God the Father takes the role of telling the Son when he can come to bring the bride. നമ്മൾക്ക് ആ വാക്യം അറിയാം. പിതാവായ ദൈവത്തിന് മാത്രമേ മണവാളൻ വരുന്ന ആ സമയത്തെ കുറിച്ച് അറിയുകയുള്ളൂ. എല്ലാം ആ കറക്റ്റ് സമയമാകുമ്പോൾ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനോട് തന്റെ മണവാട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന സാഹചര്യവും നമ്മൾക്ക് അറിയാം. And so one of these days, the bridegroom will appear, and the church, the bride, will be raptured. ഈ വരും ദിവസങ്ങളിൽ മണവാളൻ തിരികെ വരികയും മണവാട്ടിയാകുന്ന സഭ തന്റെ ഭവനത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. This is where we also understand the parable of the that those 10 virgins, how we need to be ready, for the bridegroom can come at any time. 10 കന്യകമാരുടെ ആ കഥ നമ്മൾ ഓർക്കുമ്പോൾ എപ്രകാരമാണോ ആ 10 കന്യകമാരും റെഡി ആയിട്ടിരിക്കാനായിട്ട് ഉദ്ദേശിക്കപ്പെട്ടത്, നാമും അതുപോലെ കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം എന്നുള്ള കാര്യം അവിടെ ഓർപ്പിക്കുകയാണ്. And then the marriage supper is what we will be
seeing in Revelation 19, which is initiated in Revelation 19. And this feast, there are, many who say that, this feast will continue on into the millennial kingdom. ഈ വിവാഹ സദ്യ എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നു. പലരും മനസ്സിലാക്കുന്നത് ഈ സദ്യ എന്ന് പറയുന്നത് 1000 വർഷക്കാലം കർത്താവ് ഈ ലോകത്തില് രാജാവായി വാഴുന്ന അതിനോട് ചേർന്ന് അതും കൂടെ ഉൾപ്പെടെയാണ് ആ വിവാഹ സദ്യ എന്നാണ് പലരും വിശ്വസിക്കുന്നത്. And then finally the consummation will take place in Revelation 21 and 22 with the heavenly Jerusalem, the new Jerusalem that will come down. ഏറ്റവും ഒടുവിലായി മണവാളനും മണവാട്ടിയും ഒരുമിക്കുന്ന ആ സാഹചര്യം, പുത്തൻ യെരൂശലേം വരികയും നാം കർത്താവിനോട് ചേരുകയും ചെയ്യുന്ന ആ സാഹചര്യം. So what stage is the bride at today? മണവാട്ടി ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് നോക്കാം. Because we need to understand that, so that we can progressively prepare ourselves for the next stage. നമുക്ക് എന്തിനാണ് നാം ഇത് മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് നമ്മളെ തന്നെ ഒരുക്കി കർത്താവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് നാം ഇത് അറിഞ്ഞിരിക്കേണ്ടത്. So we are in that stage of betrothal where the price has been paid and we have been betrothed, and we are preparing ourselves for the Christ, the bridegroom, to come and call us. നാം ഇപ്പോൾ ആ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ആ മണവാട്ടിയെ നേടുവാനായിട്ട് വില കൊടുത്ത് വിവാഹ നിശ്ചയവും കഴിഞ്ഞിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് ഓർക്കാം. നാം നമ്മെ തന്നെ ഒരുക്കി മണവാളിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന ആ ഒരു സാഹചര്യം. And 2 Corinthians 11:2, this is what Paul talks about, as one to presenting one as a pure virgin, betrothed to Christ. 2 Corinthians 11:2 പ്രകാരം പറയുന്നു, ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുവല്ലോ. And Ephesians 2:10, talks about how we are a workmanship created in Christ Jesus for good works that have been prepared for us. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, നാം ദൈവത്തിന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുവല്ലോ. So while we are preparing ourselves, keeping ourselves pure and doing the things that God wants us to do, we also realize there is a struggle with the flesh, world, and Satan also taking place. ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ് നാം നമ്മെ തന്നെ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാം അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് നമ്മുടേതായ പ്രയാസങ്ങൾ ഈ ലോകം മൂലവും നമ്മുടെ ജഡം മൂലവും പിശാച് മൂലവും ഉള്ള പ്രയാസങ്ങളും അതോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കണം. So how does the bride prepare herself? എപ്രകാരമാണ് മണവാട്ടി തന്നെത്താൻ ഒരുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. John chapter 13 verse 10. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ, യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. You can read the verse 8 also. 8-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. Here Jesus is talking about, the feet are the part which are in direct contact with the, the filth of the earth, and that needs constant washing with the word. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കാൽപാദങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്തിന്റെ അഴുക്കുകളുമായിട്ട് ഉള്ള ബന്ധം വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അതാണ് ഏറ്റവും അധികം നാം ശുദ്ധിയായി
സൂക്ഷിക്കേണ്ടത് എന്നാണ് കർത്താവ് പറയാൻ ഉദ്ദേശിക്കുന്നത്. So, he's symbolically saying that, as I wash you with the word, this is symbolic of that. As you go into the world, you need to be constantly washed with the word. കർത്താവ് പറയാൻ ഉദ്ദേശിക്കുന്നത് നാം നമ്മെ തന്നെ ദൈവവചനത്താൽ അനുദിനം അനുനിമിഷം കഴുകി ശുദ്ധീകരിച്ചു കൊണ്ട് വേണം ജീവിക്കുവാൻ എന്ന്. That's what we read in Ephesians chapter 5, verse 26 and 27. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 26-ഉം 27-ഉം അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. Yeah, so while we are here on this earth, as the bride, we need to be constantly washing ourselves, allowing Christ to wash through us with his word and remove every spot and wrinkle. നാം ഈ ലോകത്തിലായിരിക്കുന്ന ഈ സമയത്തെ സാഹചര്യത്തിൽ നാം നമ്മെ തന്നെ ദൈവവചനത്താൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ ദൈവവചനത്താൽ നമ്മെ തന്നെ കഴുകി ശുദ്ധീകരിക്കുകയും കറയും ചുളുക്കവും ഇല്ലാതെ കർത്താവിന് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്യണം എന്നുള്ള കാര്യം നാം ഓർക്കണം. So on one hand, we are bride not because of our works, not because of our righteousness. We are a bride because Jesus has paid the price and chosen us to be the bride. But as we read in Revelation, we are covered by the righteous works of the deeds are what covers the bride. നാം ഒരു കാര്യം നാം ഓർക്കണം, നാം നമ്മുടെ നല്ല പ്രവർത്തികൾ കൊണ്ടോ നമ്മുടെ നല്ല കാര്യങ്ങൾ കൊണ്ടോ അല്ല നാം മണവാട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കർത്താവിന്റെ ആ വില കൊടുത്തത് കൊണ്ട് മാത്രമാണ് കർത്താവിന്റെ മണവാട്ടിയായിട്ട് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ദൈവത്തിന്റെ ആ നീതി നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. And so we prepare ourselves to be holy, and being his workmanship, we do the good works that he has prepared for us, and we are busy with that work that he has called us to do. നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്നും നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കുറിച്ച് ദൈവം മുൻ നിർണയിച്ച പ്രകാരമുള്ള നല്ല പ്രവർത്തികൾ നാം ചെയ്യുകയും ചെയ്യണം എന്നാണ് എഫേസ്യർ 2:10 നാം വായിക്കുന്നത്. And 1 Corinthians 3:10-11 talks about how we work with the right motives. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 10-ഉം 11-ഉം വാക്യങ്ങളിൽ താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. തന്റെ ഹൃദയത്തിലെ എന്തുകൊണ്ടാണ് ഞാൻ ഓരോ പ്രവർത്തികളും നല്ല പ്രവർത്തികളും എന്ന Okay, so and the other thing is, depending on the Holy Spirit's leading and conviction. ഒന്നാമത്തെ കാര്യം ദൈവവചനത്താൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ ആ നയിക്കുന്നത് മൂലം നാം ജീവിക്കുക എന്നുള്ളതാണ്. So then what happens after rapture? After we have to the extent possible, we have prepared. Some of the bride has not prepared. Some of us would have prepared ourselves. And what happens after rapture? സഭയിലുള്ള നാം ഓരോരുത്തരും ചിലർ കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നവരാവാം, ചിലർ ഒരുങ്ങിയിരിക്കുന്നില്ലായിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും ആ സഭ എടുക്കപ്പെടുന്ന സാഹചര്യത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം.
So once we are raptured, this will also be the time where the individual members of the church will have to give an account of their works and deeds. നാം ഓരോരുത്തരും, സഭയുടെ അംഗമായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന് നമ്മളുടെ പ്രവർത്തികളുടെയും നമ്മളുടെ ചെയ്തികളുടെയും ഒരു ഉത്തരം നാം ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. And First Corinthians 3, that's a passage which we had just read, when the lower verses 13 to 15 says, that our works and deeds will be tested through fire. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ പ്രവർത്തികളും ചെയ്തികളും എല്ലാം തീയിൽ കൂടി കടത്തിവിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. And right in Revelation where we saw that Jesus' eyes were like flame, which would test every thought and motive behind the actions. He's so piercing eyes which can look right through into our thoughts and motives. വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ കാണുകയുണ്ടായല്ലോ, യേശുക്രിസ്തു കർത്താവിന്റെ ആ കണ്ണുകൾ എന്ന് പറയുന്നത് തീ പോലെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അന്തരീന്ദ്രിയങ്ങളെ എല്ലാം അറിയുന്ന, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളുടെയും ഉദ്ദേശശുദ്ധി എന്താണെന്ന് അറിയുന്ന ദൈവമാണ് എന്ന് നമ്മൾ കണ്ടുവല്ലോ. And only that which is done with genuine motives under the guidance of the Holy Spirit will come out purified as gold. ഏത് പ്രവൃത്തിയാണോ നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി, കറക്റ്റ് ആയിട്ടുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്തത്, അത് മാത്രമേ സ്വർണം പോലെ ഉരുകി ശുദ്ധീകരിക്കപ്പെട്ട് പുറത്തു വരികയുള്ളൂ എന്നാണ് നമ്മൾ വായിക്കുന്നത്. So if you read, you can read that verse, 1 Corinthians 3 verses 13 to 15. 1 കൊരിന്ത്യർ 3-ന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. So there'll be a lot of work that is being presented, accounted, but when it is put through the fire of Christ's eyes, a lot of it might fall off because it was done with the wrong motives, seeking a wrong glory taken for the person himself. A lot of it will be burnt up. പല പ്രവർത്തികളും നാം ചെയ്ത നല്ല പ്രവർത്തികളെല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ അതിൽ പല പ്രവർത്തികളും വെന്തു പോകും എന്നാണ്. ആ ശരിയായ ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യപ്പെടാത്ത പ്രവർത്തികളെല്ലാം വെന്തു പോകും. ശരിയായ ഉദ്ദേശശുദ്ധിയോടുകൂടി ദൈവ നാമ മഹിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ മാത്രം ശോധന ചെയ്യപ്പെടും എന്നാണ്. ശോധന ചെയ്യപ്പെട്ട് സ്വർണം പോലെ വിശുദ്ധീകരിക്കപ്പെടും എന്നാണ് നമ്മൾ വായിക്കുന്നത്. And so what is left after that? What is purified and left after all that burning will be presented as part of the bridal adorning to the church. എന്താണോ സ്വർണം പോലെ തങ്കം പോലെ ശോധന ചെയ്യപ്പെടുന്നത്, ആ കാര്യങ്ങൾ മാത്രമായിരിക്കും മണവാട്ടിയുടേതായി മണവാളിന് നൽകപ്പെടുന്ന കാര്യങ്ങൾ. So now you can read Revelation 19 verse 7 and 8. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. So it was given to her to clothe her with her righteousness. So the lamb, after all this has been accounted for and all the stuff burned away, only the genuine righteous deeds have been given to the bride to be adorned. മണവാളൻ
അല്ലെ കുഞ്ഞാടിന്റെ കല്യാണത്തിന് ആ നീതി പ്രവർത്തികളെല്ലാം മണവാട്ടിക്ക് നൽകി എങ്കിൽ തന്നെയും അത് കൂടാണ്ട് തന്റെ പ്രവർത്തികളെല്ലാം ശോധന ചെയ്ത് ശരിയായിട്ടുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടിയുള്ള ആ നീതി പ്രവർത്തികൾ മാത്രം അതാണ് മണവാട്ടിക്ക് ധരിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ശുഭ്ര വസ്ത്രം നൽകുന്നത് എന്നാണ് നമ്മൾ വായിച്ചത്. Then we read verse 9. In verse 9. 9-ാമത്തെ വാക്യം വായിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. So who are those who are being invited? ആരാണ് ഈ കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവർ എന്ന് നമുക്ക് നോക്കാം. So obviously it is not the bride does not need any invitation for own marriage. മണവാട്ടിക്ക് തന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷണം ആവശ്യമില്ലല്ലോ. So these are the Old Testament saints. Sorry? The Old Testament saints, the people before the church era, right up to probably John the Baptist. The people, Old Testament saints. സഭയുടെ ആ കാലയളവിന് മുമ്പ് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യോഹന്നാൻ സ്നാപകന്റെ കാലയളവ് വരെയുള്ള ആൾക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. First contact, yeah. Yeah. So it's the Old Testament saints, and it's also the tribulation saints. The saints who come during the tribulation period after the church has been raptured. പഴയ നിയമ അല്ലെങ്കിൽ പഴയ ഉടമ്പടിയുടെ സമയത്ത് ഉണ്ടായിരുന്ന വിശുദ്ധന്മാരെ പോലെ തന്നെ മഹാപീഡന കാലത്ത് ഉണ്ടാകുന്ന ആ വിശുദ്ധന്മാരും ഇതിനകത്ത് ഉൾപ്പെടാം എന്ന്, അതായത് സഭയുടെ കാലയളവിന് ശേഷം സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന വിശുദ്ധന്മാരെയും കുറിച്ചാണ് ഈ പറയുന്നതെന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. And we'll see next time that they're all going to come with the king when Jesus returns to rule for the 1,000 years millennium. ഇവരെല്ലാവരും സഭാ കാലയളവിന് മുമ്പും സഭാ കാലയളവിന് ശേഷവും സഭയും എല്ലാവരും ഈ രാജാവിന്റെ കൂടെ 1000 ആണ്ട് ഈ ലോകത്തിൽ വാഴും എന്നാണ് നമ്മൾ കാണുന്നത്. Now last is verse 10. അവസാനമായി 10-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്ക, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. Okay, so John is overwhelmed by all that he's seen, and then by without realizing he starts worshiping the angel. യോഹന്നാൻ ഈ കണ്ട കാര്യങ്ങളെല്ലാം കണ്ട് വളരെയധികം സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ടിട്ട് തന്റെ മുൻപിൽ നിൽക്കുന്ന ആ ദൂതനെ ആരാധിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. And the angel corrects him and says that no, only God is worthy of worship. ആ ദൂതൻ യോഹന്നാനെ കറക്റ്റ് ചെയ്യുകയാണ്. അവിടെ ദൈവം മാത്രമാണ് സകല ആരാധനയ്ക്കും യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമസ്കരിക്കരുത്, യഹോവയായ ദൈവത്തെ നമസ്കരിക്കുക എന്ന് ദൂതൻ പറയുന്നു. And then he ends with a very interesting that the testimony of Jesus is the spirit of prophecy. ഏറ്റവും ഒടുവിലായി ആ ദൂതൻ പറയുന്നു, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറയുന്നു. It's a very important principle that every prophetic word that we hear should have the testimony of Jesus. നാം ഇപ്പോൾ കേൾക്കുന്ന എന്ത് തന്നെ പ്രവചനമായിരുന്നാൽ തന്നെയും അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമായിരിക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത്.
it should, the prophetic word that is spoken should be related, even if it's for us, it should be related to God and God's kingdom, what we'll be doing for, that kingdom. ദൈവത്തെ കുറിച്ചും ദൈവത്തിന്റെ ആ രാജ്യത്തെ കുറിച്ചും അല്ലാതെ വേറെ ഒരു പ്രവചനവും ഇല്ല എന്നാണ് നാം എപ്പോഴും ഓർക്കേണ്ടത്. Because sometimes you hear about people giving prophecies, the prophecy will be very materialistic and have nothing to do with the testimony of Jesus. പല പ്രവചനങ്ങളും നാം ഇപ്പോൾ കേൾക്കുന്ന, ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ കേൾക്കുന്ന പല പ്രവചനങ്ങളും വളരെയധികം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും തന്നെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തവയാണ്. But when we read in the book of Acts, there were always prophecies which were related to the kingdom and what that person would be doing for the kingdom. അപ്പോസ്തല പ്രവൃത്തികളൊക്കെ നമ്മൾ വായിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകും എല്ലാ പ്രവചനങ്ങളും ദൈവ രാജ്യവുമായി സംബന്ധിച്ചതായിരുന്നു. ദൈവരാജ്യവുമായി തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രവചനങ്ങളായിരുന്നു എല്ലാം തന്നെ. Okay. So to just summarize, we see that in the first part we saw how God is the center of our worship. അവസാനമായി ദൈവം എപ്രകാരം, യഹോവയായ ദൈവം എപ്രകാരമാണോ ആരാധനയുടെ ഒത്ത നടുവിൽ നിൽക്കേണ്ടത് എന്നാണ് നമ്മൾ കണ്ടത്. We saw how Babylon, who looked so glamorous in chapter 17 and 18, that Babylon is with its glamour has gone up in smoke. 17-18 അധ്യായങ്ങളിൽ കണ്ട ആ മഹതിയായ ബാബിലോൺ എപ്രകാരമാണോ താഴെ വീണു പോയത് എന്ന് നമ്മൾ കണ്ടു. And to know that everything that appears so glamorous in this world is going to go up in smoke. അത് നമ്മുടെ ജീവിതത്തിലും അത് ശ്രദ്ധിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണോ ലോകപരമായി ഭൗതികപരമായിട്ട് വളരെ മഹത്വമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്, അതെല്ലാം താഴെ വീഴും, അതെല്ലാം ആവിയായി പോകും എന്നുള്ള ഒരു സാഹചര്യം നാം ഓർക്കണം. Then to realize that the church is the bride because of his blood, because of his purchase. പിന്നെ നമ്മൾ കണ്ടത് സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ മണവാട്ടിയാണ്, തന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ തന്റെ മണവാട്ടിയാണ് സഭ എന്ന് നമ്മൾ കണ്ടു. But also that the betrothal that we are in is to be taken seriously. വിവാഹ നിശ്ചയ കാലയളവ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതും നാം എല്ലാം വളരെ സീരിയസ് ആയിട്ട് ജീവിക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്ന് നമ്മൾ കണ്ടു. To realize that as the bride we'll be clothed with the righteous deed of the saints. മണവാട്ടി വിശേഷ വസ്ത്രം ധരിക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ ഉദ്ദേശ ശുദ്ധിയോടുകൂടിയുള്ള നീതി പ്രവർത്തികൾ കൊണ്ട് നമുക്ക് വിശേഷ വസ്ത്രം ലഭിക്കും എന്ന് നാം ഓർക്കണം. When a bride is being prepared, getting ready for marriage, one of the most important points is the bridal dress. മണവാട്ടി തന്റെ വിവാഹത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ തന്റെ ഏറ്റവും സൂക്ഷ്മമായി താൻ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം മണവാട്ടിയുടെ ആ വിശേഷ വസ്ത്രമാണല്ലോ. So as a church, how much of our focus should be also on the righteous deeds that we are called to do. അതുപോലെ നാം ഈ കാലയളവിൽ മണവാളന്റെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ നാമും നമ്മുടെ നീതി പ്രവർത്തികൾ എത്രത്തോളം സീരിയസ് ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടും നാം അതിനെ നോക്കി കാണണം എന്ന് നാം ഓർക്കുകയുണ്ടായി. So yeah, praise God. And so next week we will look into the remaining part of Revelation chapter 19. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം, രണ്ടാം ഭാഗം നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം.